ഹായ് വെൽക്കം ബാക്ക് ടു ഡി ഷെഫ്. നമുക്കിന്ന് യൂട്യൂബിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഫ്രോത്തി ക്രീമി കോഫി എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. പ്രത്യേകിച്ച് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, കോഫിയും ഒരു സ്പൂണും ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ തയ്യാറാക്കാം. അപ്പോൾ അതാ ഇവിടെ 3 ടീസ്പൂൺ കോഫി പൗഡർ, ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 3 ടീസ്പൂൺ പഞ്ചസാരയും ചേർക്കുന്നുണ്ട്. അത് ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടത് ചൂടുവെള്ളമാണ്. അപ്പോൾ ഒരു 2.25 ടീസ്പൂൺ ചൂടുവെള്ളം ചേർക്കാം. ഒരിക്കലും വെള്ളം അധികമാവാൻ പാടില്ല. അധികമായിട്ടുണ്ടെങ്കിൽ ആ ക്രീമി ആയിട്ടുള്ള ഒരു ടെക്സ്ചർ നമുക്ക് കിട്ടില്ല. അത് കഴിഞ്ഞിട്ട് നല്ലപോലെ ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റ് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടാണെങ്കിലും ഇതേപോലെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല, സ്പൂൺ വെച്ചും ചെയ്യാം. അപ്പോൾ കുറച്ചധികം സമയം ചെയ്യേണ്ടി വരും. കണ്ടോ, ഇപ്പോൾ ഒരു 3 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെയായി. ഇതും പോരാ, കുറച്ചും കൂടിയും ക്രീമി ആയിട്ട് കിട്ടണം. ഇതേപോലെ കിട്ടണം. അപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. സ്പൂണാണെങ്കിൽ ചിലപ്പോൾ കുറച്ചും കൂടെ സമയം എടുക്കുമായിരിക്കും. അത്രേ ഉള്ള കാര്യം. ഇനി തണുത്ത പാലാണ് എടുത്തിരിക്കുന്നത്. നോർമൽ മിൽക്കാണെങ്കിൽ അത് വേണമെങ്കിൽ അതെടുത്താലും മതി. തണുത്ത പാലൊരു ഗ്ലാസ്സിലെടുക്കുക. ഈ ക്രീം അതിൻ്റെ മേലെ ചേർത്ത് കൊടുക്കുക. വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല. ഇതിൽ പഞ്ചസാരയുണ്ട്, അതേപോലെ കോഫി പൗഡറാണ് നമ്മളിങ്ങനെ ക്രീമാക്കി എടുത്തിരിക്കുന്നത്. അതിൻ്റെ പ്രസൻറ്റേഷൻ അത് കാണാൻ ഒരു രസമല്ലേ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറും ഒരു സ്പൂണും ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് വീട്ടിൽ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതേപോലെ അത് 2 ലെയറായിട്ട് തന്നെ നിൽക്കും. കാണുമ്പോൾ തന്നെ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും, മുതിർന്നവർക്ക് ഇഷ്ടമാവും, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം. ഇത് കഴിക്കുമ്പോൾ ഇതേപോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്ത് ഫ്ലേവറാണെന്നറിയോ, ആ കോഫിയുടെയൊക്കെ നല്ല ഫ്ലേവറാണ്. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുക, ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ ഇത് തയ്യാറാക്കണമെങ്കിൽ പിക്ചർ എടുത്തിട്ട് ഡി ഷെഫ് ഫുഡീസ് കുക്കിംഗ് റെസിപ്പീസ് എന്ന് പറഞ്ഞ ഫേസ്ബുക്ക് പേജിലേക്ക് അയച്ചു തരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഫ്രം ഡി ഷെഫ്. താങ്ക് യു.